ഒരു ഡേറ്റ അനലിസ്റ്റ് എങ്ങനെ ആവാം ഇൻ 2023? ഒരു കോഡിംഗ് ഇല്ലാതെ, ഒരു പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാതെ, ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ ഒരു ഡേറ്റ അനലിസ്റ്റ് എങ്ങനെ ആവാം എന്നുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഓൾറൈറ്റ്, ഒരു ഡേറ്റ അനലിസ്റ്റ് എങ്ങനെ ആവാം, ഒരു നോൺ IT സൈഡിൽ നിന്നുള്ള കാൻഡിഡേറ്റ് IT-ലോട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് റോഡ് മാപ്പ് ഇപ്പോൾ നമ്മൾ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്കഷൻ്റെ ഒരു അജണ്ട ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹൂ ഇസ് എ ഡേറ്റ അനലിസ്റ്റ്? ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, പിന്നെ ഒരു ഡേറ്റ അനലിസ്റ്റ് ആവാൻ എന്തൊക്കെ സ്കിൽസാണ് ആവശ്യം, അവർ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഓക്കെ, പിന്നെ നെക്സ്റ്റ്, ഒരു ഡേറ്റ അനലിസ്റ്റ് എങ്ങനെ ആവാം, അതും പെട്ടെന്ന് ഒരു സൂപ്പർ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ഒരു ഡേറ്റ അനലിസ്റ്റ് എങ്ങനെ ആവാൻ പറ്റും ഒരു ഫ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റ്. പിന്നെ ഫൈനലി അവരുടെ സാലറി സ്ട്രക്ചറും അവരുടെ കരിയർ സ്കോപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ 4 പോയിന്റ്സ് ആണ് മേജറായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡേറ്റ അനലിസ്റ്റ് ആരാണ്, അവർ പെർഫോം ചെയ്യുന്ന ജോബ് റോൾ എന്താണ്, അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഡേറ്റ അനലൈസ് ചെയ്യുന്നതാണ്. ഒരു ഡേറ്റ മീൻസ് ഒരു കമ്പനിയുടെ ബിസിനസ് ലെവൽ ഡേറ്റ എന്ന് പറയും. ഓക്കെ, എസ്പെഷ്യലി ആ ഡേറ്റ അനലിസ്റ്റ് അനലൈസ് ചെയ്യുന്ന ഡേറ്റയിൽ നിന്ന് ഒരു കമ്പനിയുടെ യൂസ്ഫുൾ ആയിട്ടുള്ള കീ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. അതർവൈസ് അല്ലെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്. അങ്ങനത്തെ ഇൻഫർമേഷൻ ആ ഡാറ്റ നോക്കി മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ്. സോ ഈ ഡാറ്റ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീ ആയിട്ടുള്ള റോൾ, CFO, CEO, അവർ അങ്ങനെയുള്ള ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയും, അവർക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് ഡേറ്റ അനലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പാസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്താ അറിയാന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ്, ഇപ്പോൾ എൻ്റെ കമ്പനി ഇന്ന പെർഫോമൻസ്, ഇന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനൊരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി. അപ്പോൾ ആ പ്രോഡക്റ്റ് കഴിഞ്ഞ 6 മാസമായിട്ട് പെർഫോമൻസ് കൂടുതലുണ്ടോ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നില്ലേ, അങ്ങനെയുള്ള അനാലിസിസ് നമുക്ക് ആ ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഒരു ഡാറ്റ അനലിസ്റ്റ് കാണുമ്പോൾ തന്നെ. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് വളരെ കുറവാണ്, അത് കാരണം കമ്പനിക്ക് കുറേ നഷ്ടം വരാം. അങ്ങനെയുള്ള കീ ഇൻഫർമേഷൻ ഈ ഡാറ്റയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ഒരു ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്ന ഒരു റോള്. അതുപോലെ നമ്മൾ ഒരു കമ്പനിയുടെ എക്സ്പോണൻഷ്യൽ എന്ന് പറയും. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ കുത്തനെ ഇങ്ങനെ കയറുന്ന, അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് അത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഡാറ്റ അനലിസ്റ്റ് ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു കമ്പനിയിൽ വളരെ കീ ആയിട്ടുള്ള റോളാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഡാറ്റ അനലിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ, അവർ ചെയ്യുന്ന ടാസ്കിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു പെട്ടിക്കട അല്ലെങ്കിൽ ഒരു പലചരക്ക് കട, ഒരു ചെറിയ ഷോപ്പ്, ഗ്രോസറി സ്റ്റോർ എടുക്കുക. അതേപോലെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, ഫോർ എക്സാമ്പിൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ റിലയൻസോ ബിഗ് ബസാറോ ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, സോ ഈ രണ്ടിലും ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ പെട്ടിക്കട നടത്തുന്ന ഒരു ആള് പല വർഷങ്ങളായി, ഇപ്പോൾ ഒരു 10-25 വർഷമായി സെയിം ഷോപ്പ് തന്നെയാണ്, അതൊരു എക്സ്പാൻഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ഒരു കടയിൽ വരുന്ന ആൾ എന്ത് വാങ്ങുന്നു, എത്ര വാങ്ങുന്നു, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും സിസ്റ്റത്തിലോ അല്ലെങ്കിൽ എവിടെയും ഒന്നും സ്റ്റോറൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അവർ കൂടുതൽ അനാലിസിസ് ഒന്നും ആ കേസിൽ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇഫ് യു ടേക്ക് സൂപ്പർ മാർക്കറ്റ് ഓർ ഹൈപ്പർ മാർക്കറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു കസ്റ്റമർ വിസിറ്റ് ചെയ്യുമ്പോൾ അവരോടൊപ്പം ഫോർ എക്സാമ്പിൾ കിഡ്സ് ഉണ്ടെങ്കിൽ, കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവരിപ്പോൾ ഫോഴ്സ് ചെയ്തിട്ട് ചിലപ്പോൾ ചില സാധനങ്ങൾ മേടിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർ മേടിക്കാൻ വന്നത് ഒന്നാണ്, പക്ഷെ വാങ്ങിച്ചിട്ട് പോകുന്നത് വേറെയാണ്. അതെല്ലാം അവർ കുറച്ച് അനാലിസിസ് ചെയ്യും. ഇപ്പോൾ പിള്ളേർ വരുന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്ത് ഏത് പ്രോഡക്റ്റ് നമ്മൾ വെക്കണം, ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ലുലുവിൽ പോയവർക്കൊക്കെ അറിയാം, കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പെർഫ്യൂംസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ സ്ട്രൈറ്റ് പോകുമ്പോൾ കുറേ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ടാവും. സോ നമ്മൾ ഓഫേഴ്സ് നോക്കിയിട്ട് വാങ്ങുന്ന ഒരു ഇതുണ്ടാവും. സോ ഇങ്ങനെ ഉള്ള ഒരു ടെക്നിക്കാണ് ഈ വലിയ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഫോളോ ചെയ്യുന്നത്.
അതുകൊണ്ട് ഈ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് ഹെൽപ്ഫുൾ ആവും. ഇതെല്ലാം നടക്കുന്നത് ബിക്കോസ് അവർ സിസ്റ്റത്തിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ലെവലിലോട്ട് ബിസിനസ്സിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് നമ്മൾ ചെറിയ ഒരു പെട്ടിക്കട ഷോപ്പ് എടുക്കുകയാണെങ്കിൽ അവർ ഇതിനെക്കുറിച്ചും ബോധേഡ് അല്ല, അവർക്ക് ഡെയിലി ഉള്ള സെയിൽസ് മാത്രം നടന്നാൽ മതി. സോ ഇങ്ങനെയുള്ള അനാലിസിസ് ആണ് വലിയ കമ്പനീസ് ചെയ്യുന്നത്. അത് ചെയ്യാനാണ് ഡാറ്റ അനലിസ്റ്റിൻ്റെ കീ ഇൻഫർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അത് ആ ഒരു പോയിന്റ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ദി സെക്കൻഡ് പോയിന്റ്. ഒരു ഡാറ്റ അനലിസ്റ്റ് ആവാൻ ഏതൊക്കെ സ്കിൽസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്, സോ വാട്ട് അതർവൈസ് ഏതൊക്കെ ടെക്നോളജീസ് ആണ് മനസ്സിലാക്കേണ്ടത്, പിന്നെ ആ സ്കിൽസ് നേടിയെടുക്കാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഡാറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കിട്ടിയ ഇൻഫർമേഷൻ അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം, ഡാറ്റയുടെ ഇതിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ആ ഡാറ്റ ചെറിയ ഡാറ്റയാണോ, സ്മോൾ ലെവലിലുള്ള ഡാറ്റയാണോ, അല്ലെങ്കിൽ കൂടുതൽ ഹ്യൂജ് ഡാറ്റയാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത പോലെ ചെറിയൊരു ഗ്രോസറി ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഓരോ മാസവും ഒരു മാക്സിമം ഒരു 500 to 1000 ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. പക്ഷേ അതേ നേരെ മറിച്ച് ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡാറ്റയാണ് അവിടെ ട്രാൻസാക്ഷനായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ഷോപ്പിൻ്റെ ഓണറാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറും പെന്നൊക്കെ വെച്ചിട്ടാണ് ഓരോ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നത്. പക്ഷേ വെൻ യു ഗോ ടു ദി ഹ്യൂജ് കമ്പനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് യു ഹാവ് മില്യൺസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വി കനോട്ട് ഡു ഇറ്റ് മാനുവലി. ആ സമയത്താണ് ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ BI. വൈ ഇറ്റ് ഈസ് ഹൈലി ഇൻ ഡിമാൻഡ് മീൻസ് വിത്തൗട്ട് കോഡിങ്, വിത്തൗട്ട് എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വളരെ ഈസി ആയിട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏത് ഫീൽഡിലുള്ള ആളായാലും, ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻസ് സൈഡ് വർക്ക് ചെയ്യുന്ന ആളായാലും, ബാങ്കിങ് സൈഡ് വർക്ക് ചെയ്യുന്ന ആളായെങ്കിലും, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളായാലും, ഏത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളായാലും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ. അപ്പോൾ മൈക്രോസോഫ്റ്റ് പവർ BI പഠിച്ചെടുക്കാൻ എത്ര ടൈം എടുക്കും? മാക്സിമം ഒരു 1.5 months to 2 months മതിയാവുന്നതാണ്. ഓക്കെ, മാക്സിമം ആ ടൈം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈവൻ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയാലും പോലും ഡെയിലി ഒരു 1 hour 1.5 hour ടൈം സ്പെൻഡ് ചെയ്യാൻ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. കൂടുതൽ പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാത്ത സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ അതിൽ കുറച്ച് ഫോർമുലാസും കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. ഓക്കെ, അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ വെൻ വി ബിക്കം എക്സ്പീരിയൻസ് വി വിൽ ലേൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൂന്നാമത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഹൗ ടു ബിക്കം എ ഡേറ്റ അനലിസ്റ്റ് വെരി ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ അസ്യൂമിങ് ദാറ്റ് നിങ്ങളിപ്പോൾ A² ടെക്നോളജീസിന് മൈക്രോസോഫ്റ്റ് പവർ BI അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ഡേറ്റ അനലിസ്റ്റിൻ്റെ കോഴ്സ് എടുത്തു. ഓക്കെ, പവർ BI പഠിച്ചു. സോ ഫ്രം ദി എൻഡ് യു വിൽ ലേൺ, ഫ്രം ദി സ്ക്രാച്ച് യു വിൽ ലേൺ എവറിത്തിങ് ഇൻ പവർ BI. അതിനുശേഷം വിൽ മേക്ക് യു ടു ഡു എ പ്രോജക്റ്റ് വർക്ക് അലോൺ. ആ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് റിവ്യൂഡ് ഫ്രം അവർ എക്സ്പേർട്സ് ആൻഡ് ദെൻ വി വിൽ ഓൾസോ ഡു മോക്ക് ഇൻ്റർവ്യൂ. സോ നൗ വാട്ട് വി ക്യാൻ ഡു ഇസ്, നിങ്ങൾ ഈ ചെയ്ത പ്രോജക്ട്സ് യു ക്യാൻ അപ്ലൈ ഇറ്റ് ഇൻ ദി ലിങ്ക്ഡിൻ, യു ക്യാൻ ടാഗ് ഇറ്റ് ടു ദി കമ്പനീസ്. എവിടെയൊക്കെയാണോ നിങ്ങൾ ഏതൊക്കെ കമ്പനിയിലാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എല്ലാ കമ്പനിക്കും നിങ്ങൾ ചെയ്ത ഡാഷ്ബോർഡ് അവിടെ പബ്ലിഷ് ചെയ്യാം, ടാഗ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വൺ വേ ടു ഗെറ്റ് ദി ഡാറ്റ അനലിസ്റ്റ് ജോബ് ക്വിക്ക്ലി. പിന്നെ സെക്കൻഡ് തിങ് ഇസ് യു ക്യാൻ അപ്ലൈ ത്രൂ അസ് ഓൾസോ for some of the opportunities that we will get it for you. Okay, that is second way. Then the next thing is you can also apply directly from your end for all the opportunities. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ജോബിലോട്ടും അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇഫ് യു സീ എനി ഓപ്പർച്യൂണിറ്റീസ് ഫോർ 1 to 2 years എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും യു അപ്ലൈ ഫോർ ഇറ്റ്. ഓക്കെ, നിങ്ങൾ ചെയ്ത ഡാഷ്ബോർഡ് പ്രസൻറ്റ് ചെയ്യുമല്ലോ, ആ പ്രസൻറ്റേഷൻ കണ്ട് ആ നോളേജ് വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാം. ഓക്കെ, സോ മെയിൻ തിങ് ഇസ് യുവർ പ്രോജക്റ്റ് ഷുഡ് ബി ഗുഡ്, യുവർ പ്രസൻറ്റേഷൻ ഷുഡ് ബി ഗുഡ്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ വേ ഓഫ് അപ്ലൈയിങ് ഫോർ ദി ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ പവർ BI ഡെവലപ്പർ ജോബ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡിസ്കഷൻ്റെ ലാസ്റ്റ് പോയിന്റിലോട്ടാണ് കിടക്കുന്നത്. സോ ദ മെയിൻ ഡിസ്കഷൻ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ഡേറ്റ അനലിസ്റ്റിൻ്റെ സാലറി സ്ട്രക്ചറും പിന്നെ അവരുടെ സ്കോപ്പും. ഓക്കെ, സോ കരിയർ ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹോപ്പ് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് യു ക്യാൻ ഓൾസോ പ്രസ് ദി ബെൽ ഐക്കൺ.
further notifications on future discussions that we do. അപ്പോൾ ഒരു ബിഗിനർ ലെവൽ ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് സ്ട്രക്ചർ അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി ടു കമ്പനി. അപ്പോൾ ഓരോ കമ്പനിയുടെ സാലറി ഇത് മിനിമം ഒരു ടോപ്പ് MNC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ആസ് എ ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒരു പൊസിഷൻ കിട്ടുവാണെങ്കിൽ 6 to 8 lakh ആണ് സാലറി സ്ട്രക്ചർ സ്റ്റാർട്ടിങ് ഉള്ളത്. ഓക്കെ, ഇഫ് യു ആർ ജോയിനിങ് ഇൻ എ ഡിഫറെൻറ്റ് റോൾ ദി സ്ട്രക്ചർ മൈറ്റ് ചേഞ്ച്. ഓക്കെ, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഒരു 2-3 years ഒക്കെ എക്സ്പീരിയൻസ് ആകുമ്പോൾ MNCയിലോട്ട് പോകുന്ന സമയത്ത് ഒരു അപ് ടു ഒരു 9 to 14 lakhs വരെ നിങ്ങൾക്ക് സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ലെവലിൽ നിന്നൊക്കെ പറയുമ്പോൾ പ്രിൻസിപ്പൽ ഡാറ്റ അനലിസ്റ്റ്, ഡയറക്ടർ ഓഫ് ഡാറ്റ, അങ്ങനെ ഫർദർ ലെവൽസ് ഒക്കെ പോകുമ്പോൾ നല്ല ഹൈ ലെവൽ സാലറി സ്ട്രക്ചർ വാങ്ങിക്കുന്നവരും ഉണ്ട്. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഹാർഡ് വർക്ക്. നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പ്രോജക്റ്റ് ചെയ്യുന്നു, how is your communication, how is your presentation, everything matters when you apply for any job. ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റ് ആയാലും ബിസിനസ് അനലിസ്റ്റ് ആയാലും ഒരു പവർ BI ഡെവലപ്പർ, ടാബ്ല്യൂ ഡെവലപ്പർ, ഏത് റോൾ അപ്ലൈ ചെയ്യുമ്പോഴും അവർ ഹാർഡ് വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഫർദർ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നിങ്ങളൊരു non-IT എടുത്ത ആളാണോ അല്ലെങ്കിൽ കരിയർ ബ്രേക്ക് ഉള്ള ആളാണ്, ഇപ്പോൾ എങ്ങനെ IT-ലോട്ട് മൂവ് ചെയ്യാം, എങ്ങനെ ഇത് പഠിക്കാം, അങ്ങനെ ഫർദർ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് us for more details, and you can get free demo classes for 2-3 sessions. അതിനുശേഷം നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ you can go ahead with your decision. Okay, thank you.